Trapped in the concept, falsely accused, was used, and misled, bitch, I'm ഹേ ഗൈസ്, വണ്ടി പ്രോസൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് ആൻഡ് ഫോർ വീൽ ഡ്രൈവ്. അപ്പോൾ ഈ 4 ടോപ്പിനെ കുറിച്ച് ബ്രീഫ് എക്സ്പ്ലനേഷനും പിന്നെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഇതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഓൾസോ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് നിന്ന് പോയി കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ വീൽ ഡ്രൈവിലേക്ക് പോകാം. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് ആണ് ആദ്യത്തെ ടോപ്പിക്. റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ റിയർ വീലിലേക്ക് പവർ ട്രാൻസ്ഫർ ആവുന്നതാണ് റിയർ വീൽ ഡ്രൈവ്. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 2 കോൺഫിഗറേഷനിൽ വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവും റിയർ എഞ്ചിൻ റിയർ വീൽ ഡ്രൈവും. റിയർ എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് നമ്മൾ അധികം പോകുന്നില്ല, അത് നമുക്ക് ജസ്റ്റ് അബൻഡൻ ചെയ്യാം, നമുക്കത് കൂടുതൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് ആണ് മാക്സിമം വരുന്നത്, അതിനെക്കുറിച്ച് നോക്കാം. ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പീക്ക് വന്നത് മാക്സിമം 1980കളും 90കളുമാണ്. അത് നമ്മുടെ പഴയ ഹിന്ദുസ്ഥാൻ കോണ്ടസ പിന്നെ പ്രീമിയർ ഇങ്ങനെ വണ്ടികൾക്കൊക്കെ ആയിരുന്നു റിയർ വീൽ ഡ്രൈവ് ഇതൊക്കെ വന്നത്. പിന്നെ വേറെ ഇൻ്റർനാഷണൽ വണ്ടികളും കുറേ ഉണ്ട്, പക്ഷേ നമുക്ക് ഇന്ത്യൻ വണ്ടികളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ആൻഡ് അപ്പോൾ ഈ വണ്ടികൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബെറ്റർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അത് ഫ്രണ്ട് എഞ്ചിനും റിയർ വീൽ ഡ്രൈവും കൂടി ആകുമ്പോൾ ഈ ട്രാൻസ്മിഷനും ഇതെല്ലാത്തിലുള്ള പവറൊക്കെ വെയിറ്റൊക്കെ കയറി വരുമ്പോൾ ഒരു ഈക്വൽ പ്രോപ്പർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഈ വണ്ടികൾക്ക്. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ മരണമാസമായിരുന്നു. അതായത് വണ്ടികൾക്ക് ട്രാക്ഷൻ തീരെ ഫ്രണ്ട് വീൽ ഡ്രൈവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു റിയർ വീൽ ഡ്രൈവിന്. ട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വണ്ടികൾക്ക് ഡ്രിഫ്റ്റിംഗ് ടെൻഡൻസിയും കപ്പാസിറ്റിയും കൂടുതലുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് റിയർ വീൽ ഡ്രൈവിൻ്റെ ഒരു പ്രോസ് എന്ന് പറയാവുന്നത്. ബട്ട് അതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന് നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ റിയർ വീൽ ഡ്രൈവിൽ വന്ന് ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരിക്കും. പിന്നെ വന്ന് ട്രാക്ഷൻ തീരെയില്ല. ട്രാക്ഷൻ്റെ ഇഷ്യൂസ് നമ്മൾ എപ്പോഴും അറിയാമെന്ന് വെച്ചാൽ നമ്മളൊരു തെന്നണ റോട്ടിൽ കൂടെ ഓടിക്കാനായിട്ട് ട്രാക്ഷൻ ഇഷ്യൂസൊക്കെ നമുക്ക് മനസ്സിലാവുക. അത് ഞാൻ ഫെർദർ പറയുമായിരിക്കും. ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് കോൺസെപ്റ്റും കൂടെ തീർത്ത് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെ വീലിലേക്ക് പവർ ട്രാൻസ്ഫർ ആവുന്നതാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ്. എഞ്ചിൻ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് 1895 തുടങ്ങിയെങ്കിലും ശരിക്കും ഇംപ്ലിമെൻ്റ് ആവാൻ തുടങ്ങിയത് 1970കളിലാണ്. അതായത് ഓഡിയും പിന്നെ കുറച്ച് ബ്രാൻഡുകളാണ് തുടക്കത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഫോർ വീൽ ഡ്രൈവിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി കൂടുതലായിരുന്നു, ലെസ് വെയിറ്റ് ആയിരുന്നു, ലോ എമിഷൻസ് ആയിരുന്നു, ബെറ്റർ ഫ്യൂൽ എക്കോണമി ഉണ്ടായിരുന്നു, ബെറ്റർ ട്രാക്ഷൻ ഉണ്ടായി. നോട്ട് ദ പോയിന്റ്, ബെറ്റർ ട്രാക്ഷൻ. അതായത് റിയർ വീൽ ഡ്രൈവിനേക്കാളും കൂടുതൽ ട്രാക്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവിനാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ ഞാൻ ഇപ്പോൾ പറയാം. റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈക്വൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ബട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ വന്ന് ഫ്രണ്ടിൽ മാത്രമാണ് കൂടുതൽ വെയിറ്റ് ലോഡ്. അപ്പോൾ വന്ന് ഫ്രണ്ടിലേക്കാണ് മാക്സിമം ലോഡ് ട്രാൻസ്ഫർ ഉണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ തെന്ന റോഡിൽ പോയി ബ്രേക്ക് പിടിച്ചാൽ റിയർ വീൽ ഡ്രൈവിൽ ഈക്വൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് വണ്ടി ഓവർ സ്റ്റിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓവർ സ്റ്റിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡ് വേസിൽ തെന്നിപ്പോയി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ വെയിറ്റ് ലോഡ് ഫ്രണ്ടിൽ മാത്രം ഉള്ളത് കൊണ്ട് വണ്ടി എപ്പോഴും ഓവർ സ്റ്റിയർ ആവില്ല, അണ്ടർ സ്റ്റിയറേ ആവുള്ളൂ. ഈ അണ്ടർ സ്റ്റിയറും ഓവർ സ്റ്റിയർ എന്ന് പറയുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ സമയം കളയാൻ വയ്യ. അപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് മുമ്പിലുള്ളത് കൊണ്ട് വണ്ടി അണ്ടർ സ്റ്റിയറേ ആവുള്ളൂ. അണ്ടർ സ്റ്റിയർ ആകുമ്പോൾ വണ്ടി സൈഡ് ബേസിലേക്ക് തെന്നി പോകില്ല, ഡയറക്റ്റ് സ്ട്രേറ്റ് ലൈനിലാണ്. അപ്പോൾ ട്രാക്ഷൻ കൂടുതൽ കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ റിയർ വീൽ ഡ്രൈവിൻ്റെയും ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ്. ഇനി അടുത്ത് വരുന്നതാണ് ഓൾ വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഓൾ വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവ് രണ്ടിലും 4 വീൽ തന്നെയല്ലേ കറങ്ങണം, അപ്പോൾ എന്താ വ്യത്യാസം? അതിന് വ്യത്യാസമുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓൾ വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഫോർ വീൽ ഡ്രൈവ് ആദ്യം നമുക്ക് എടുക്കാം. ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫ് റോഡ് വണ്ടിയിൽ, അതായത് താറിലും ജിപ്സിലും ഒക്കെ വരുന്ന ഫോർ വീൽ ഡ്രൈവ്. ഈ ഫോർ വീൽ ഡ്രൈവിൽ 4 വീലിലേക്കും ഈക്വലായിട്ടാണ് പവർ ട്രാൻസ്ഫർ ആവുക. അപ്പോൾ ഒന്ന് ശരിക്കും ഇതിൻ്റെ യൂസൊക്കെ എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഈ മഡും ഈ ചേറും ഇങ്ങനത്തെ ഉള്ള ഇതിലൊക്കെ മലകൾ ഇങ്ങനത്തെ ഓടിക്കാനാണ് ഫോർ വീൽ ഡ്രൈവിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക, കാരണം ഈക്വൽ പവർ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ 4x4 നിങ്ങളെല്ലാം വണ്ടിയിലേക്ക് കണ്ടിട്ടുണ്ടാവും. ഈ 4x4 എന്താ മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ 4 വീലുകളിലേക്കും 4 പവർ ട്രാൻസ്മിഷൻ വരണ്ടെന്ന്, അതായത് 4 വീലുകളിലേക്കും 4 പവർ ട്രാൻസ്ഫർ ആവേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ 4x4. അതായത് 4 വീലിലേക്ക് 4 ഈക്വൽ പവർ. അതാണ് ഈ 4x4 കോൺസെപ്റ്റ്. സോ ആൻഡ് ഓൾസോ ഫോർ വീൽ ഡ്രൈവ് നിങ്ങൾക്ക് വന്ന് ഈ റിയർ വീൽ ഡ്രൈവിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. അതായത് എനിക്ക് 4 വീലിന് പവർ വേണ്ട, ഞാൻ ഇപ്പോൾ റോട്ടിൽ കൂടെയാണ് ഓടിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിയർ വീൽ ഡ്രൈവിലേക്ക് മാറ്റാം. പിന്നെ വീണ്ടും ഓഫ് റോഡിങ് പോകുന്ന നേരത്ത് ഫോർ വീൽ ഡ്രൈവിലേക്ക് ഇടാം. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ഒരു ഫോർ വീൽ ഡ്രൈവ് കോൺസെപ്റ്റ്. ഈക്വൽ പവർ ആൻഡ് ട്രാൻസ്ഫർ ആണ്. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഫോർ വീൽ ഡ്രൈവിന് ഓൾ വീൽ ഡ്രൈവിന് വരാൻ പോണ വ്യത്യാസം. അപ്പോൾ ഓൾ വീൽ ഡ്രൈവിൽ 4 വീലും കറങ്ങും, ബട്ട് അതിൻ്റെ പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ECU ആണ് കൺട്രോൾ ചെയ്യുക.
ECU എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം അത് ട്യൂണിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേറെ വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ECU. അപ്പോൾ ECU ആണ് ഓൾ വീൽ ഡ്രൈവിൽ പവർ ട്രാൻസ്ഫർ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഒന്ന് ഈ മാക്സിമം ഓൾ വീൽ ഡ്രൈവ് വണ്ടികളിൽ ഒന്നെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ഈ ഒരു കോൺസെപ്റ്റിലാണ് വണ്ടി ഓടുക. ബട്ട് രണ്ട് വീലിലേക്കും പവർ ട്രാൻസ്ഫർ ആവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി ഒന്നൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കോൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് മാക്സിമം പവറും റിയറിലേക്ക് കുറച്ച് പവറുമാണ് ട്രാൻസ്ഫർ ആവുക. ഇതിപ്പോൾ വണ്ടി റിയർ വീൽ ഡ്രൈവ് കോൺസെപ്റ്റിലോ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് കുറച്ച് പവറും റിയറിലേക്ക് കൂടുതൽ പവറുമാണ് ട്രാൻസ്ഫർ ആവുക. ഇതാണ് ഒരു ഓൾ വീൽ ഡ്രൈവ് വണ്ടിയിൽ നടക്കുന്ന കാര്യം. അപ്പോൾ മേജർ ബ്രാൻഡ്സിന് അവരുടേതായ ഓൾ വീൽ ഡ്രൈവ് ടെക് ഉണ്ട്. അതായത് ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് നമ്മുടെ ബെൻസിലാണെങ്കിൽ ഫോർമാറ്റിക്, പിന്നെ നമ്മുടെ BMW ആണെങ്കിൽ എക്സ് ഡ്രൈവ്, ഇങ്ങനെ ഒന്ന് ഓരോ ബ്രാൻഡിനും അവരുടേതായ ECU അവരുടേതായ ഒരു ട്യൂൺ ചെയ്ത് വെച്ചൊരു ECU ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഓൾ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവിനേക്കാൾ എന്താ ഓൾ വീൽ ഡ്രൈവിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഓൾ വീൽ ഡ്രൈവിൽ വന്ന് ECU ആണ് പവർ ട്രാൻസ്ഫർ കൺട്രോൾ ചെയ്യുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ വന്ന് ഈ വണ്ടി സിറ്റുവേഷൻ അനുസരിച്ച് വണ്ടിയുടെ പവർ ട്രാൻസ്ഫർ മാറും. ഇപ്പോൾ നിങ്ങളൊന്നൊരു സ്ലിപ്പറി റോഡിലേക്ക് കൂടെ പോകണമെങ്കിൽ, അപ്പോൾ സ്ലിപ്പറി റോഡിൽ കൂടെ പോകുന്ന നേരത്ത് തെന്നണ റോഡിൽ കൂടെ പോകുന്ന നേരത്ത് ECU കൺട്രോൾ ചെയ്യും. അതായത് ഫ്രണ്ടിലേക്ക് കൂടുതൽ പവറും റിയറിലേക്ക് കുറച്ച് പവറും കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ ECU ആണ് കൺട്രോൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് റിയറിലേക്ക് മാക്സിമം ട്രാൻസ്ഫർ പോലെ ഇടാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഡ്രിഫ്റ്റിംഗ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതാണ് ഓൾ വീൽ ഡ്രൈവിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോർ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും റിയർ വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഡ്രൈവിനെ കുറിച്ചുള്ള ടോപ്പിക്സ്. ഇനി അടുത്തത് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ ഞാൻ കുറച്ച് കാറ്റഗറി ആക്കി പിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഈ കാറ്റഗറി ആയിട്ട് പിരിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവ് സെറ്റപ്പ് ഏതാണ്, സ്പേസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവ് സെറ്റപ്പ് ഏതാണ്, ബെറ്റർ ട്രാക്ഷൻ ഏതിലാണ് കിട്ടുക, ഏതാണ് ഏറ്റവും സേഫസ്റ്റ്, അതായത് റോഡ് കണ്ടീഷൻസിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏതായിരിക്കും, പിന്നെ ബെറ്റർ ആക്സലറേഷൻ ഏതായിരിക്കും. ഈ 5 സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കാം. അപ്പോൾ മോസ്റ്റ് എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവും റിയർ എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റെയർ ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പോൾ മോസ്റ്റ് എഫിഷ്യൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഫ്രണ്ട് എഞ്ചിനും ഫ്രണ്ട് വീൽ ഡ്രൈവുമാണ്. അപ്പോൾ ഒന്ന് പവർ ട്രാൻസ്ഫർ വന്ന് ഡയറക്റ്റ് ആണ്, അതായത് പവർ ലോസ് എവിടെയും വന്നില്ല. പിന്നെ എഫിഷ്യൻസി കൂടും, അതായത് ഫ്യൂൽ എക്കണോമി എല്ലാം കൂടും. അതാണ് ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ ഗുണം. ഇനി സ്പേസ് എഫിഷ്യൻസി നോക്കാം, അടുത്ത ടോപ്പിക്. അപ്പോൾ സ്പേസ് എഫിഷ്യൻസി എന്ന് പറയാൻ നേരത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവിലായിരിക്കും എപ്പോഴും സ്പേസ് കൂടുതൽ. കാരണം നിങ്ങൾക്കൊന്ന് ഈ ഡിഫറൻഷ്യലിനോ എവിടെയും വണ്ടി ക്യാബിലെ സ്ഥലം പോകില്ല. സോ നിങ്ങൾക്ക് ട്രങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ക്യാബിലും ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ടാവണമെന്ന് ഇപ്പോഴും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇന്ത്യയിൽ മെജോറിറ്റി ഓഫ് ദ വണ്ടികൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആവാനുള്ള കാരണം തന്നെ ഇതാണ്. സ്പേസ് എഫിഷ്യൻസി കൂടുതലുള്ളതുകൊണ്ടാണ് മാക്സിമം കമ്പനീസ് ഒന്ന് ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്ക് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് ബെറ്റർ ട്രാക്ഷൻ. ഇപ്പോൾ ബെറ്റർ ട്രാക്ഷൻ സെഗ്മെൻറ്റിലേക്ക് പോകുന്ന നേരത്ത് എപ്പോഴും ബെറ്റർ ട്രാക്ഷൻ കിട്ടുക എന്നുള്ളത് ഓൾ വീൽ ഡ്രൈവിനാണ്. ഏത് ഫോർ വീൽ ഡ്രൈവിനേക്കാളും കൂടുതൽ ബെറ്റർ ട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും ഓൾ വീൽ ഡ്രൈവിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ECU കൺട്രോൾഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻസിനനുസരിച്ച് ECU കൺട്രോൾ ചെയ്യും നിങ്ങൾക്ക് എന്തോരം പവർ ട്രാൻസ്ഫർ ആണെന്ന്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ട്രാക്ഷൻ കൂടുതൽ വേണ്ടിടത്ത് ECU കൺട്രോൾ ചെയ്യും. ഫ്രണ്ടിലേക്ക് റിയറിലേക്ക് എന്തോരം പവർ ട്രാൻസ്ഫർ, എന്തോരം പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്തോരം റേഷ്യോ ട്രാൻസ്ഫർ ആണെന്നുള്ളത്. സോ ഓൾവേസ് ബെറ്റർ ട്രാക്ഷൻ ഓൾ വീൽ ഡ്രൈവാണ് തരിക. ആൻഡ് സേഫസ്റ്റ്. ഞാൻ സേഫസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ തെന്നണ റൂട്ടിൽ കൂടെ പോകുന്നത് അണ്ടർ സ്റ്റിയറും ഓവർ സ്റ്റിയറും നടക്കാനുള്ള ഇഷ്യൂ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ലോഡ് പോകുന്നത്. സോ വണ്ടി ഒരിക്കലും ഓവർ സ്റ്റിയർ ആവില്ല, അണ്ടർ സ്റ്റിയറേ ആകുള്ളൂ. അണ്ടർ സ്റ്റിയർ ആകാൻ നേരത്ത് വണ്ടി ഒരിക്കലും സൈഡ് വേസിൽ തെന്നില്ല, സ്ട്രെയിറ്റ് ലൈനിൽ തെന്നുള്ളൂ. സോ നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കാൻ നേരത്ത് കൂടുതൽ ട്രാക്ഷൻ കിട്ടുക എന്നുള്ളത് ഇതിലായിരിക്കും. വണ്ടി ടോപ്പിലാകില്ല, അതായത് വണ്ടി മറയില്ല, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഇതാവും. ആൻഡ് ഓൾസോ പിന്നെ കുരുത്തക്കേടും കൊണ്ട് വലിയ വണ്ടി വല്ലതും മറിഞ്ഞു പോയാൽ ഫ്രണ്ട് വീൽ ഡ്രൈവിന് കുറ്റം പറയാൻ പറ്റില്ല, നമ്മളെ കൈതിരിപ്പും കൊണ്ട് പോകുന്നതാണ്. ആൻഡ് ബെറ്റർ ആക്സലറേഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ 4 വീലും പവർ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ECUന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതായത് എത്ര വീലിന് എത്ര പവർ ട്രാൻസ്ഫർ ചെയ്താലാണ് എനിക്ക് ആക്സലറേഷൻ കൂടുതൽ കിട്ടുക എന്നൊരിത്. ഇപ്പോൾ മാക്സിമം പുതിയ ലക്ഷറി വണ്ടികളൊക്കെ കാണാൻ പറ്റും, എന്താ ലോഞ്ച് ബട്ടൺ, അതായത് വണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ തനിയൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് ഓൾ വീൽ ഡ്രൈവ് വണ്ടികളായിരിക്കും. അപ്പോൾ താൻ അവർ കൺട്രോൾ ചെയ്യും, ECU കൺട്രോൾ ചെയ്യും എന്തോരം പവർ പോയാൽ എനിക്ക് ഇത്ര ആക്സലറേഷൻ കിട്ടും എന്നുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവ് സെറ്റപ്പ്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ താഴെ ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാക്കും. സോ താങ്ക് യു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. സോ സൈനിങ് ഓഫ്, വണ്ടി പ്രൊഫസർ.